MVD ഉദ്യോഗസ്ഥർക്കായി നടത്തിയ പരസ്യ ടെസ്റ്റിൽ 12 മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന കണ്ടെത്തൽ MVD ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടായേക്കും. ഉദ്യോഗസ്ഥർക്ക് ഇരട്ടി സമയം നൽകിയിട്ടും 98 പേരുടെ ടെസ്റ്റാണ് പൂർത്തിയാക്കാനായത്. ടെസ്റ്റിനെത്തിയ 90% പേരും പരാജയപ്പെട്ടെന്നും ഗതാഗത മന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. വിവരങ്ങളുമായി അഷിൻ ഡിയാഗോ ചേരുന്നു. അഷിൻ ഡിയാഗോ, ഇന്നലത്തെ ടെസ്റ്റിൽ യഥാർത്ഥത്തിൽ ഈ 12 ഉദ്യോഗാർത്ഥികളും ഈ ഉദ്യോഗസ്ഥന്മാരും പരാജയപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നേരത്തെ ഈ 100 ടെസ്റ്റൊക്കെ നടത്തിയത് വ്യാജ ടെസ്റ്റാണ് എന്ന നിലപാടിലേക്ക് വരും. അതിൽ വീഴ്ച സംഭവിച്ചു എന്ന് കണ്ടെത്തും. സമാനമായ രീതിയിൽ 60 ഉദ്യോഗസ്ഥർക്ക് നടപടി ഉണ്ടാകുമോ, അതല്ല ഇന്നലെ ടെസ്റ്റിൽ പങ്കെടുത്തവർക്ക് മാത്രമേ നടപടി ഉണ്ടാവുകയുള്ളൂ? അരുൺ, ഇന്നലെ തിരുവനന്തപുരം മുട്ടത്തറയിലാണ് ഇത്തരത്തിൽ MVD ഉദ്യോഗസ്ഥർക്ക് ഒരു പരസ്യ ടെസ്റ്റ് നടത്തുന്നത്. ഈ ടെസ്റ്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രതിദിനം 100 മുതൽ 130 വരെ ടെസ്റ്റ് നടത്തി ആളുകളെ പാസാക്കി ലൈസൻസ് നൽകിയിരിക്കുന്ന 12 ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ഇവർ എങ്ങനെയാണ് ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയധികം പേർക്ക് ലൈസൻസ് നൽകുന്നത് എന്ന് തെളിയിച്ചു നൽകണം. അതായത് ഉന്നത ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഇവരിത് ബോധ്യപ്പെടുത്തണം. ഇതായിരുന്നു ഇന്നലെ നടത്തിയ ടെസ്റ്റിന്റെ ഉദ്ദേശം. ഈ ടെസ്റ്റ് ഏതാണ്ട് രാത്രി വൈകിയും ഈ ടെസ്റ്റ് തുടർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിട്ടും ഈ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് 2.5 മുതൽ 4 മിനിറ്റ് വരെ മതി ഒരാൾക്ക് ടെസ്റ്റ് പൂർത്തിയാക്കി അയാൾ ടെസ്റ്റ് പാസ്സായോ ഇല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടി 4.5 മിനിറ്റ് വരെ മതി എന്നാണ് ഈ 12 ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇവർ അവകാശപ്പെട്ടിരുന്ന സമയത്തിന് ഇരട്ടി നൽകിയിട്ടും ഇവർക്ക് 98 പേരുടെ പരിശോധന മാത്രമാണ് ഇന്നലെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് ജോയിന്റ് സെക്രട്ടറി ഈ ഒരു ഗതാഗത മന്ത്രിക്ക് നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല ഈ 12 ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതും. പ്രധാന കാരണം ഈ 90-ൽ അധികം പേരാണ് ഇന്നലെ 98 പേർക്കാണ് ഇന്നലെ ടെസ്റ്റ് നടത്തിയത്. ഇതിൽ 16 പേർ മാത്രമാണ് വിജയിച്ചത്. ബാക്കി വരുന്ന 90% ആളുകൾ പരാജയപ്പെടുന്ന ഒരു സാഹചര്യവുമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പരാജയപ്പെടാനുള്ള സാഹചര്യത്തിന് ഇവർ കാരണമായി പറയുന്നത് ഇത്രയും ഉദ്യോഗസ്ഥർ ഒന്നിച്ച് കയറുന്നു, മാത്രമല്ല ഇവരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി സീഡിറ്റിന്റെ ക്യാമറമാൻ കയറുന്നു. ഇതെല്ലാം കണ്ട് ഈ ഉദ്യോഗാർത്ഥികൾ ഭയന്നതാണ് ഇത്ര പേർ കൂട്ടത്തോടെ തോൽക്കാൻ കാരണമെന്നും ഈ 12 ഉദ്യോഗസ്ഥർ പറയുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ തുടർ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. ഇവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്.